കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ബാപ്പട്ടിലെ വേറൊരു വില്ലേജാണ്. ഈ വില്ലേജിൽ കുറച്ച് വീടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ വീടുകൾ പണിയുന്നത് പല വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോവുകയാണ്, പുറത്തോട്ടൊന്ന് പോവുകയാണ്. നമ്മുടെ കേരളത്തിലുള്ളത് പോലെയല്ല, വളരെ വ്യത്യസ്തമായിട്ട് ഇവിടെ കുറച്ച് എരുമകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ മനോഹരമായ വില്ലേജ് തന്നെയാണ് ഇത്. ബാപ്പട്ടലയിലെ ഒരു വില്ലേജ് പ്ലേസ് എന്ന് തന്നെ പറയാം. കുറച്ച് കഴിഞ്ഞാൽ സിറ്റിയാണ്, എന്നാൽ സിറ്റിയുടെ ഉള്ളിലുള്ളൊരു വില്ലേജാണ്. ഇവിടെ തൂക്കുന്ന ചൂലൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് അവർ തൂക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്താണ് ബൈക്ക് ഓടിക്കുന്നത്. ഇവിടെ നമ്മുടെ പണ്ട് കേരളത്തിൽ കാണുന്ന പോലെ കച്ചി കൊണ്ട് ഇവിടെ നിറച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം കച്ചികളൊക്കെ ഒത്തിരി ഉണ്ട്. ഇവിടെ അവിടെ ഒരുപാട് ഉണ്ട്. ഇത് കാണല്ലോ നെൽക്കച്ചി. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നെല്ല് കൊയ്ത് അത് കച്ചി ഉണ്ടാകുന്ന രീതിയിലുള്ള കച്ചികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ സൈക്കിൾ റിക്ഷ സമ്പ്രദായം ഉണ്ട്. ഒരു അമ്മയെടുത്ത് കൊണ്ട് സൈക്കിൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാൽ സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. പാൽ ഒരുപാട് അവരെടുക്കാൻ വേണ്ടി മൃഗങ്ങളെയും പശുവിനെയും എരുമയൊക്കെ അവർ വളർത്തുന്നുണ്ട്. ഇരുവശത്തുമായിട്ട് പോച്ചകളൊക്കെ വളർന്ന് ചെടിയും പോച്ചയും ഒക്കെ ആയിട്ടാണ് കൂടുതലുള്ളത്. ഇത് മുഴുവൻ രാജസ്ഥാൻ മരുഭൂമിയിലെ മണൽ പോലെ മണലാൽ നിറഞ്ഞു കിടക്കുകയാണ് ഇവിടെ മുഴുവൻ. രാജസ്ഥാൻ മരുഭൂമിയിലെ മണലാണ്. ഇതൊരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്ന ഒരു വില്ലേജിലേക്ക് ഒരു സുഹൃത്തിനോടൊപ്പം. ഇവിടെ ഒരു മനോഹരമായ പാലം ഇവിടെ ഉണ്ട്. ഇതൊരു നദിയാണെന്ന് തോന്നുന്നു. ഒരു നല്ലൊരു വ്യൂ പോയിന്റ് അവിടെ സൺസെറ്റ് വരുന്നുണ്ട്. വ്യൂ പോയിന്റ് ഒരു നദിയാണ്, മനോഹരമായ നദി. ഇവിടെ മണലിനകത്ത് ബൈക്ക് കയറി വീഴുമെന്നാണ് തോന്നുന്നത്. മൊത്തം മണലാണ്. ഇതൊരു വില്ലേജിൽ നിന്ന് അടുത്ത വില്ലേജിലേക്കുള്ളൊരു യാത്രയാണ്. നമ്മുടെ നാടുകളിൽ പോലെ പഞ്ചായത്ത് റോഡൊന്നും ഇവിടെ കാണുന്നില്ല. പക്ഷേ ഈ മണൽ കൂടെയാണ് ആൾക്കാരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, ആന്ധ്രാപ്രദേശിലെ ബാപ്പട്ടല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ വില്ലേജാണിത്. ഇവിടെ എല്ലാം വീടുകളൊക്കെ വളരെ കുറവാണ്. നമുക്കിവിടെ വീടുകൾ ഒരുപാട് ഇവിടെ കാണാൻ കഴിയുന്നില്ല. വീടുകളൊക്കെ ഒരുപാട് കുറവാണ് ഇവിടെ. അവിടെ സൂര്യൻ അസ്തമിക്കുന്ന ഒരു വ്യൂ പോയിന്റ് വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയും. ഒരു ലോഡ്ജാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോഡ്ജാണ് ഈ കാണുന്നത്. നമ്മളെ സുഹൃത്ത് ഇവിടെ വന്ന് ഇവിടെ ഒരു വാഹനമൊക്കെ കിടപ്പുണ്ട്. ഒരുപാട് സുന്ദരമെന്ന് തന്നെ പറയാം. ഇവിടെ ഒരു വല്യപ്പൻ ഇരുന്നുകൊണ്ട് ഒരു പൈപ്പ് ലൈൻ്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുക. ഒരുപാട് വീടുകൾ ഇവിടെ പറയാൻ കഴിയുന്നില്ല. അത്യാവശ്യം വീടുകളൊക്കെ ഇവിടെ കുറവാണ്. വീടുകളൊന്നുമില്ല. എന്തോ പണികളൊക്കെ നടക്കും. വീടുകൾ ഒരുപാട് കുറവാണ്. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തത്തിൽ കാണാൻ കഴിയത്തില്ല. അവിടെ ഒരു മുള കൊണ്ടുള്ളൊരു വേലി അവിടെ കാണാൻ കഴിയും. ഇത് മുള കൊണ്ടുള്ള വേലിയാണ്. ഇവിടെ കുറച്ച് ടാങ്കുകളൊക്കെ ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണികൾ നടക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഇവിടുത്തെ ഒരു പാത അല്പം ഈ മെറ്റൽ ചെറിയ ചെറിയ കോൺക്രീറ്റ് മെറ്റലൊക്കെ ഇട്ടാണെന്ന് തോന്നുന്നു ഒരു പാത ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം ഒരു നെൽപ്പാടം പോലെ കിടന്നതായിരുന്നു. ഇവിടെ എല്ലാം നെല്ലെല്ലാം കൊയ്തിട്ട്. ഇത് ആന്ധ്രാപ്രദേശിൻ്റെ സ്ഥലങ്ങളാണ്. ബാപ്പട്ടല എന്ന മനോഹരമായ
ഒരു സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള വില്ലേജ് എന്ന് തന്നെ പറയാം. ഹോട്ടൽ റൂംസ് എന്നുള്ള രീതിയിൽ ഒരു മനോഹരമായ ഹോട്ടലാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ബീച്ചിലൊക്കെ വരുന്നവർക്കൊക്കെ ഇത് AC നോൺ AC ഇവിടെ ഉണ്ട്. ഇവിടേക്ക് കാണാൻ കഴിയും.